എല്ലാവർക്കും നമസ്കാരം. ഒരു കാലത്ത് കേരളത്തിലെ നായർ സമുദായം വളരെ വ്യാപകമായി നടത്തി വന്നിരുന്ന ഒരാരാധനാ രീതിയാണ് നാഗാരാധന. മിക്ക തറവാടുകളിലും നാഗക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. ആ 5 ഘടകങ്ങളും ശരീരത്തിനകത്ത് വന്നും പോയും ഇരിക്കുന്നതാണ്. വായു, ജലം, അഗ്നി, സ്പേസ്, അതുപോലെ മണ്ണിൽ വിളഞ്ഞതിൽ നിന്ന് ഉണ്ടാകുന്ന ആഹാരവസ്തുക്കൾ എല്ലാം ശരീരത്തിൽ വന്ന് പോയി നമ്മൾക്ക് ശക്തി പകർന്ന് പോകുന്നു. കാലം നമ്മുടെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നു. അത് നമ്മുടെ അകത്തുണ്ടാക്കുന്ന നിരവധി മാറ്റങ്ങളുടെ ഫലമായിട്ട് നമുക്ക് പ്രായമാവുകയും നമ്മൾക്ക് ശക്തി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു കാലത്ത് നായർ സമുദായം ഈ രാജ്യത്തെ കാത്തിരുന്ന ശക്തിയാണ്. നാഗാരാധന കേരളത്തിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. പരശുരാമനാണ് അതിവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നാഗവംശം അല്ലെങ്കിൽ നായകർ അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിരുന്നതുകൊണ്ട് നായർ എന്ന പേരിലേക്ക് നമ്മൾ അറിയപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാഗങ്ങളെ ആരാധിക്കുന്നത്? നമുക്ക് ഇഷ്ടംപോലെ ആരാധനാമൂർത്തികളുണ്ട്. പക്ഷേ എല്ലാ ഈശ്വരന്മാരോടും ചേർന്ന് ഈ നാഗങ്ങളെ കാണാൻ സാധിക്കും. മഹാവിഷ്ണു ഉറങ്ങുന്നത് അനന്തൻ്റെ മുകളിലാണ്. അതുപോലെ ശിവൻ കഴുത്തിലും കയ്യിലുമൊക്കെ ആഭരണമായിട്ട് ധരിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ നാഗങ്ങൾ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് തടവി നോക്കിയാൽ ഒരു തരംഗരൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരീരത്തിനകത്ത് വരുന്നതെല്ലാം തരംഗരൂപത്തിൽ വരികയും അത് ശരീരത്തിനകത്ത് ഭക്ഷണമാണെങ്കിൽ പോലും ശരീരത്തിനകത്ത് എത്തിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ഊർജം തരംഗമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഊർജത്തിൻ്റെ ഒരു സമുദ്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്ത് ശബ്ദമുണ്ട്, പ്രകാശമുണ്ട്, കാന്തിക മേഖലയുണ്ട്, വൈദ്യുത മേഖലയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്നത് തരംഗരൂപത്തിലാണ്. ശരീരം ജനനം തുടങ്ങി ജന്മമെടുക്കുമ്പോഴേ അതിനകത്ത് ഈ തരംഗരൂപത്തിലുള്ള സഞ്ചാരങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ആ തരംഗങ്ങൾ ഏത് തരത്തിൽ, ഏത് രൂപത്തിൽ, ഏത് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ശരീരത്തിന് ശേഖരിക്കാൻ സാധിക്കുന്ന ആകെ ഊർജത്തിൻ്റെ അളവ്. അപ്പോൾ നാഗാരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ശക്തമായ ശാരീരിക, മാനസിക, ബൗദ്ധിക ഘടനയുള്ള ഒരു ജനതയുടെ ആ ഊർജത്തിൻ്റെ സ്രോതസ് ആയിട്ടുള്ള തരംഗങ്ങളെ അവർ ആരാധിക്കുന്നു. അല്ലെങ്കിൽ അതിനെ ഒരു ഗ്രഹപരിസരത്ത് അതിനെ സ്ഥാപിച്ച് അവിടെ ഒരു ഊർജ്ജമണ്ഡലം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഊർജ്ജമണ്ഡലം എക്കാലത്തും ആ തറവാടുമായി ബന്ധപ്പെട്ടവരുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, വൈകാരിക ഭാവങ്ങളെ നല്ല രീതിയിൽ ഒരു സമതുലനത്തിൽ കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാഗാരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിറക്കൂട്ടുകളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന നാഗം പാട്ടുകളും എല്ലാം പ്രത്യേകതയുള്ളതാണ്. അത് ലോകത്ത് മറ്റ് എവിടെയും കാണാൻ സാധിക്കുന്ന ഒന്നല്ല. അതുപോലെ നാഗാരാധനയുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നാഗക്കാവുകൾ നശിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നായർ സമുദായത്തിന് വലിയ അധപ്പതനമുണ്ടായി എന്ന് കാണാൻ സാധിക്കും. നായർ സമുദായത്തിൻ്റെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോയി, സാമ്പത്തിക ഭദ്രത, സാമ്പത്തിക അടിസ്ഥാനം അതെല്ലാം പോയി. അവർക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന അധികാരങ്ങളും സ്ഥാനങ്ങളും പോയി. കേരളത്തിലെവിടെയും അവർക്കൊരു മാന്യത കിട്ടുന്ന ഒരു സംസ്കാരമായിട്ടല്ല ഇന്ന് പറയുന്നത്. അവർക്ക് ഉണ്ടായ അധപ്പതനത്തിൻ്റെ കഥകളെയാണ് സമൂഹം എടുത്തു കാണിക്കുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരങ്ങളിൽ ഒന്നായിട്ട് നായർ സംസ്കാരത്തെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നമ്മളുടെ ആരാധനകളും ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം ഇന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ നായർ സമുദായ അംഗങ്ങൾ അവിടെ അത് വ്യാപരിപ്പിക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ പല സംസ്കാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും
ആഘോഷങ്ങൾക്കും വ്യാപകമായിട്ട് നോക്കിയാൽ വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ നായർ സമുദായത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ മാനസികമായ ഐക്യമില്ല, സാമ്പത്തികമായ ഉന്നമനം സാധിക്കുന്നില്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയില്ല. അവരുടെ എല്ലാ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും ഒക്കെ അവർക്ക് അധപ്പതനം സംഭവിക്കുന്നു. വൈകാരിക തലത്തിൽ അധപ്പതനം കൊണ്ട് അവർ പലതരത്തിലുള്ള പേരുദോഷങ്ങൾക്കും മറ്റുള്ളവരുടെ അവഹേളനത്തിനും കാരണമാകുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ശരീരത്തിന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കൊടുത്താൽ ശരീരം നന്നായിക്കോളും. അതുപോലെ ബുദ്ധിക്കും മനസ്സിനും ഒക്കെ വേണ്ടത് അത് എന്താണോ അവർ പൗരാണികമായിട്ട് നമ്മൾ ആചരിച്ചു വന്നിരുന്നത് അതിലേക്ക് മടങ്ങിപ്പോവുക എന്നതാണ്. അപ്പോൾ നാഗാരാധനയിലേക്ക് മടങ്ങുക എന്നാൽ പ്രകൃതിയിലേക്ക് മടങ്ങുകയും പ്രകൃതിയുടെ ശക്തികളെ ആവാഹിച്ചെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് അതിനെ മാറ്റുകയും എന്നതാണ്. അപ്പോൾ നാഗക്കാവുകൾ എവിടെയൊക്കെ ക്ഷയിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങളിലെല്ലാം പിന്നീട് വന്ന തലമുറകൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മറ്റെവിടെയെങ്കിലും മറ്റ് അന്യനാടുകളിലെ ആശ്രയിക്കാതെ ജീവിക്കുന്നവരെ വളരെ കുറവാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ തലമുറ ഇതിൻ്റെയൊക്കെ പ്രസക്തി മനസ്സിലാക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ഘടകങ്ങൾ, മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതിനെ ശക്തിപ്പെടുത്താൻ ഭക്ഷണം മാത്രം പോരാ, അതിന് മറ്റ് ചില മാർഗങ്ങൾ കൂടി ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാഗാരാധന. അതുപോലെ ഭദ്രകാളി ആരാധന യുദ്ധദേവതയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ വളരെ ശക്തി ഉള്ള ഒരു മനസ്സും വൈകാരിക നിയന്ത്രണവും ഒക്കെ മനുഷ്യന് ആവശ്യമാണ്. ഇന്നത്തെ കാലത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ശക്തി ആർജിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധികളിൽ ഒന്നാണ് ഭദ്രകാളി ആരാധന. അപ്പോൾ ഇന്ന് കുടുംബക്ഷേത്രങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ കാലമായിട്ട് അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ആ ക്ഷേത്ര സങ്കല്പം അത് വീണ്ടെടുത്ത് മനോഹരമായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ സന്തോഷവും അഭിമാനവും അത് ചെയ്യുന്നവരോടുള്ള ബഹുമാനവും എല്ലാം ഉണ്ട് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മളുടെ ആരാധനാ മൂർത്തികളായിട്ടുള്ള നാഗേശ്വരൻ്റെയും അതുപോലെ നാഗയക്ഷിയമ്മയുടെയും ഭദ്രകാളിയമ്മയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എല്ലാത്തിനും ഒരു സമയമുണ്ട്. പ്രകൃതിക്ക് ഒരു താളക്രമം തെറ്റിയാൽ അത് തിരിച്ചു കൊണ്ടുവരുന്നതിനൊരു സമയമുണ്ട്. പലപ്പോഴും ക്ഷയിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി നാശം സംഭവിക്കാതെ നമ്മളുടെ ശീലങ്ങളെ, നമ്മുടെ ആരാധനാക്രമങ്ങളെ കൊണ്ടുപോകുന്നത് ആണ് നല്ലത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൂർവികരിൽ നിന്ന് പല ഉപദേശങ്ങളും ലഭിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളുടെ ഒരു അവഗണന സ്വഭാവം കൊണ്ട് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും വളരെ വലുതാണ്. ഇന്ന് കേരളീയ സമുദായത്തിൽ നായർ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും പഠിച്ചാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടിയെടുത്ത പ്രയത്നത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇതോടൊപ്പം 30-ാം തീയതി മാർച്ച് ലാസ്റ്റ് വന്നിട്ട് ഭദ്രകാളി പ്രതിഷ്ഠ നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. അന്നേ ദിവസം ഞാൻ കഴിയുമെങ്കിൽ അവിടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ജാതകപ്രകാരം യോഗകാരകനാണ് ചൊവ്വ അല്ലെങ്കിൽ ഭദ്രകാളി. അപ്പോൾ
ക്ഷേത്രം നശിച്ച് കിടക്കുന്നുണ്ട് എങ്കിലും മാനസികമായിട്ട് പലപ്പോഴും ഞാൻ എൻ്റെ പൂർവികരുടെ ആരാധനാമൂർത്തികളുമായിട്ട് ഞാൻ എവിടെ ഇരുന്നാലും മാനസികമായിട്ടൊരു അടുപ്പം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.